അങ്ങനെ ദാ ഇന്ന് ആ ദിവസം വന്നെത്തി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സനൂസ് ഫോറോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ടോ ഇങ്ങനൊരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അതായത് ക്രിസ്മസ് വെക്കേഷനേ. ഇത്തവണ പിള്ളേർക്ക് എന്തായാലും 12 ദിവസം അടിച്ചു പൊളിക്കാനായിട്ടുള്ള വെക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഞായറാഴ്ച നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടക്കി പറക്കി വെക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ നമ്മൾ കവറിലാണ് കേട്ടോ സാധനങ്ങൾ കൊണ്ടുവന്നത്. വീട്ടിലിടാനായിട്ടുള്ള 1-2 ജോഡി ഡ്രസ്സും പിന്നെ കൂടുതലും എൻ്റെ യൂണിഫോമാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു കവറിൽ മാറ്റി വെച്ചു. പിള്ളേർക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഒതുക്കി വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന ആ സമയത്ത് തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ടി വരില്ല. ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എന്തായാലും ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനും കല്യാണിയും അമ്മയൊക്കെ കൂടി ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മയുടെ നല്ല അടിപൊളി മീൻകറി ഉണ്ട്. ഏട്ട വെച്ചതാണ് ഇന്നുള്ളത് കേട്ടോ. ഏട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് ഈ ഒരു മീനെ ഏട്ടാന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ട്. അതുപോലെ തന്നെ കായും പയറും ഉപ്പേരിയുണ്ട്. പിന്നെ നമുക്ക് മാന്തൾ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്ത് ഞാനങ്ങനെ കഴിക്കാനിരുന്നു. പിള്ളേർ പിന്നെ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് മിക്ക സമയത്തും. അപ്പോൾ അവരവിടെ പോയിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടിന് അമ്മയും വന്നിരുന്നു ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. ഇനി നമുക്കൊരു കല്യാണം ഉണ്ട് കസിൻ്റെ. ആ ഒരു കല്യാണത്തിനാണ് നമ്മൾ വീട്ടിലേക്ക് വരിക. അതിന് മുന്നേ അങ്ങനെ വരാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ വരണം. എപ്പോൾ നിൽക്കാൻ വന്നിട്ട് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിലും അമ്മയുടെ വക ഇതുപോലെ കുറച്ച് പൊതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തവണ ഞാൻ കൂടുതലായിട്ടും നാളികേരം കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇവിടെ കാരമുക്കിൽ നാളികേരം വളരെയധികം കുറവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. അതുപോലെ തന്നെ നാളികേരം തീരെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതുപോലെ 3 നാളികേരം പൊളിച്ചിട്ട് ഞാൻ വണ്ടിയുടെ ഡിക്കിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം നിൽക്കാൻ വന്നാൽ അത് അമ്മയുടെ വക ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. കാച്ചിൽ, ചേമ്പ്, അങ്ങനെ വേണ്ടുന്ന പറമ്പിലുണ്ടാവുന്ന ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇത്തവണ നമ്മൾ സ്കൂട്ടർമേൽ പോകുന്ന കാരണം കൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. പിള്ളേരെ കൊണ്ടുപോകണം. വണ്ടിമേ വെക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം അടച്ചു നോക്കിയപ്പോൾ സീറ്റ് അടയുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത് അമ്മ തന്നിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം അതിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോഴാണ് സീറ്റ് അടഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോ എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ലാങ് അങ്ങനെയാണ്. തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചൊരു ടോ കൂടുതലാണ്. എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടോ 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. നമ്മളിങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന ആ ഒരു സ്ലാങ്ങിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ വരിക. അപ്പോൾ അതിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ടോ കൂടി വരും. അപ്പോൾ അതാരും മൈൻഡ് ചെയ്യേണ്ട. അത് ആ ഒരു ലെവലിൽ അങ്ങോട്ട് പൊക്കോട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര പറയാണ്. അപ്പോൾ നമ്മുടെ ബോസിനോട് യാത്ര പറഞ്ഞു. പിന്നെ വീട്ടിൽ അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞു. 2 ദിവസം നിൽക്കാൻ വന്നാലും 1 ദിവസം നിൽക്കാൻ വന്നാലും അമ്മയുടെ സിറ്റുവേഷൻ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തായാലും ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് കടന്ന് പിന്നെ ഞങ്ങളങ്ങോട്ട് നേരെ കാരമുക്കിലെത്തി. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ടാണ് എല്ലാം തുറന്ന് നോക്കുന്നത്. കൂടുതലും കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ് ഉള്ളത്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് അമ്മയുടെ സാമ്പാറിൻ്റെ നാളികേരം വറുത്തതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാമ്പാർ ഇവിടെ നാളികേരം അരച്ച് വെക്കാറുള്ളത്. അപ്പോൾ വറുത്ത പൊടി അമ്മ കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ആവശ്യാനുസരണം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് കലക്കിയിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. അപാര രുചി തന്നെയാണ് ആ ഒരു സാമ്പാറിന്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ വെച്ചു. അപ്പോൾ ആദ്യത്തെ ആ ഒരു കടമ്പ കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനൊന്നും കണ്ടിട്ടില്ല. ചേട്ടൻ മുകളിൽ റൂമിലാണുള്ളത്. എന്തായാലും മുകളിലൊക്കെ വന്നു ചേട്ടനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഡ്രസ്സുകളൊക്കെ അതാത് സ്ഥാനത്ത് വെക്കുകയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സാരി കണ്ടത് കേട്ടോ. ഈ ഒരു സാരി എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കല്യാണത്തിന് വേണ്ടി ഞാൻ കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്തതാണ് പോയിട്ട്. ഇതിന് ഏകദേശം എത്ര പ്രൈസാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഈ ഒരു സാരി കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. എന്തായാലും സാരിയൊക്കെ എടുത്ത് വെച്ചു. നമുക്ക് ഇന്ന് ഒരു കല്യാണത്തിൻ്റെ ഈവനിങ് ഫംഗ്ഷന് പോകണം. ഏകദേശം ഒരു 5 മണി തൊട്ട് 8 മണി വരെയാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ചുരിദാർ സെറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവളുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏകദേശം അവളൊക്കെ ഒരുക്കി അവിടെ മാറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി ഞാനാണ് ഒരുങ്ങുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ
മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓവറായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ മുഖത്ത് ഇപ്പോൾ കുറച്ച് പിമ്പിൾസൊക്കെ വന്നിട്ട് കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും എന്താ കല്യാണിക്കുട്ടി ഇവിടെ കണ്ണാടിയിൽ നോക്കി ഭയങ്കരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നടത്തുന്നത് കേട്ടോ. എന്തായാലും അവൾ അവളുടെ പെർഫോമൻസ് നടത്തട്ടെ. ഞാൻ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ചേട്ടനെ നല്ല ചീത്ത വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ ഞാൻ കുറേ നാളുകളായി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ തടിച്ചു എന്നാണ്. എന്തായാലും വെക്കേഷനൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിരുന്നതിൻ്റെ ആ ഒരു എല്ലാവിധ ലക്ഷണങ്ങളും എൻ്റെ ശരീരത്തിൽ കാണിക്കുന്നുണ്ട്. ഇനിയൊക്കെ അത് മെല്ലെ കുറയ്ക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോഴേക്കും ഇവരെല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് ഇന്ന് കല്യാണത്തിൻ്റെ ഈ ഒരു ഫംഗ്ഷന് പോകുന്നത്. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ ചെറിയൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ മുഖത്തുണ്ട്. നമ്മൾ നേരെ പോകുന്നത് തൃപ്രയാർക്കാണ്. ഇപ്പോൾ ഹൈവേ ഒക്കെ പുതുക്കിയതുകൊണ്ട് പുതിയ ഹൈവേ ഒക്കെ വന്നു. നല്ല അടിപൊളി റോഡാണ്. പെട്ടെന്ന് തന്നെ തൃപ്രയാർ എത്തി. ഇത് നമ്മുടെ തൃപ്രയാർ അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ഈവനിങ് ഒരു 6 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോർണിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോളുണ്ട് അവിടെ കല്യാണത്തിന്. അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫംഗ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന ആ ഒരു സമയത്ത് ബ്രൈഡും ഗ്രൂമും വന്ന് കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടി. അതുപോലെ തന്നെ നഗറ്റ്സ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് നേരെ നമ്മൾ റിസപ്ഷൻ നടക്കുന്ന ഹോളിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആൾക്കാരുടെ ഒരു നീണ്ട നിരയായിരുന്നു. പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ താഴത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോളിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ പേരും ഫുഡിൻ്റെ ആ ഒരു ഭാഗത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫ്ലൂട്ട് വെച്ചിട്ടുള്ള ഒരു പരിപാടിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു നല്ല രീതിയിൽ. ഒരുപാട് പേരെ നമുക്ക് പരിചയമുള്ളവരൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടോ. അതിൻ്റെ ഇടയിലാണ് ബ്രൈഡും ഗ്രൂമും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല ഫോഗൊക്കെ ആയിട്ട് ശരിക്കും മഞ്ഞിൽ ഇങ്ങനെ നിന്ന് കളിക്കുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. അവർക്ക് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവർ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് നന്നായിട്ട് അവർ പെർഫോം ചെയ്തു കേട്ടോ. ഇതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി മെമ്മറീസാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കും എന്താ പറയുക ഒരുപാട് സന്തോഷമായി. അപ്പോൾ കല്യാണി ആ ഒരു മെമ്മറി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സീൻ കണ്ടപ്പോൾ അവൾക്കും കളിക്കണം. അപ്പോൾ അവളും അവളുടേതായ രീതിയിൽ അവൾക്ക് അറിയുന്ന സ്റ്റെപ്പൊക്കെ വെച്ച് അവളവിടെ പാട്ടിനനുസരിച്ച് കളിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ നല്ല റോയലായിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ബ്രൈഡിനും ഗ്രൂമിനും ഫാമിലിക്കും കഴിക്കാനായിട്ടുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. അപ്പോൾ അതവിടെ ഉണ്ട്. നമുക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു.